ഓസ്ട്രേലിയ നടുക്കിയ ഭീകരാക്രമണത്തിൽ ആക്രമണം നടത്തിയ പ്രതികൾ പാകിസ്ഥാൻ വംശജരാണെന്ന് നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നു. ഇതിനിടെ ലോകത്തെ നടുക്കിയ ഭീകരർ ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് ഫിലിപ്പീൻസ് സന്ദർശിച്ചിരുന്നതായി റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. പ്രതികളായ സാജിദ് അക്രമും മകൻ നവീദ് അക്രമും ഫിലിപ്പീൻസ് സന്ദർശിച്ചുവെന്ന കാര്യം ഇമിഗ്രേഷൻ അധികൃതരെ ഉദ്ധരിച്ച് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇവർ നവംബർ 1-നാണ് ഫിലിപ്പീൻസ് സന്ദർശനത്തിന് എത്തിയത്. ഇതിനായി ഉപയോഗിച്ചത് ഇന്ത്യൻ പാസ്പോർട്ടാണെന്നും ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പിന്നീട് ഇവിടെ നിന്ന് നവംബർ 28-ന് തിരികെ പോയതായി റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ഫിലിപ്പീൻസ് അധികൃതർ പറഞ്ഞു. ഈ ഫിലിപ്പീൻസ് സന്ദർശനത്തിന് പിന്നിൽ മറ്റു ലക്ഷ്യങ്ങൾ ഉണ്ടാകാമെന്നാണ് നിഗമനം. ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ ഞായറാഴ്ച ജൂതാഘോഷമായ ഹാനുക്കയുടെ ഭാഗമായ പരിപാടി നടക്കുന്നതിനിടെ ഉണ്ടായ വെടിവെപ്പിൽ 15 പേർ മരിച്ചിരുന്നു. 10 വയസ്സുകാരിയും ജൂത പുരോഹിതനും ഇസ്രായേൽ പൗരനും നാസികളുടെ ജൂതവംശഹത്യയെ അതിജീവിച്ചയാളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. പരിക്കേറ്റ 42 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 50 വയസ്സുകാരൻ സാജിദ് അക്രമും മകൻ നവീദ് അക്രമുമാണ് ആൾക്കൂട്ടത്തിനു നേരെ വെടിവെച്ചത്. ഇവരിൽ സാജിദ് അക്രം പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു. പരിക്കേറ്റ മകൻ ചികിത്സയിലാണ്. ഇയാൾ ബോധരഹിതനായിരുന്നു. ഇപ്പോൾ കണ്ണു തുറന്നിട്ടുണ്ട്. 1998-ലാണ് സാജിദ് വിദ്യാർത്ഥി വിസയിൽ ഓസ്ട്രേലിയയിൽ എത്തിയത്. ഇയാൾ ഏതു രാജ്യത്തു നിന്നാണ് കുടിയേറിയതെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പാക് വംശജനാണെന്ന് ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നവീദ് ഓസ്ട്രേലിയയിലാണ് ജനിച്ചത്. ഓസ്ട്രേലിയയുടെ ആഭ്യന്തര ചാരസംഘടനയായ ദി ഓസ്ട്രേലിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് ഏജൻസി 2019-ൽ നവീദിനെ കുറിച്ച് 6 മാസത്തോളം അന്വേഷണം നടത്തിയിരുന്നതായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പറഞ്ഞു. സിഡ്നിയിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് സംഘവുമായി ഇയാൾക്കുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഏജൻസി അന്വേഷിച്ചത് എന്നാണ് സൂചന. അതേസമയം സംഭവ സ്ഥലത്തു നിന്ന് 2 IEDകൾ ലഭിച്ചെന്നും ബോംബുകൾ നിർവീര്യമാക്കിയെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിന് പിന്നാലെ ഓസ്ട്രേലിയയിലെ അൽമുറാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ വെബ്സൈറ്റും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും നീക്കം ചെയ്തു. ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പ്രതികളിൽ ഒരാളായ നവേദ് അക്രം ഇവിടെ പഠനം നടത്തിയിട്ടുണ്ട്. 2022 ഫെബ്രുവരിയിൽ ഖുറാൻ നിയമങ്ങളുടെ പാരായണമായ താജീദിന്റെ എല്ലാ നിയമങ്ങളിലും പ്രാവീണ്യം നേടിയതിന് നവീദിനെ അൽമുറാദ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലവൻ ആദം ഇസ്മായിൽ സാമൂഹിക മാധ്യമത്തിലൂടെ പ്രശംസിച്ചിരുന്നു. ഇതിന്റെ സർട്ടിഫിക്കറ്റുമായി നിൽക്കുന്ന നവീദിന്റെ ഫോട്ടോ അടക്കമുള്ള ഈ പോസ്റ്റും അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണെന്ന് പോസ്റ്റിൽ നവേദിനെ ആദം ഇസ്മായിൽ വിശേഷിപ്പിച്ചിരിക്കുന്നതും കാണാം. അതേസമയം 2022-ന്റെ തുടക്കത്തിൽ തന്നെ നവേദുമായി തനിക്കുണ്ടായിരുന്ന ബന്ധം ഇല്ലാതായതായി ഇസ്മായിൽ സിഡ്നി മോർണിംഗ് ഹെറാൾഡിനോട് പറഞ്ഞു. ബോണ്ടിയിലെ ഇരകളുടെ ചിത്രങ്ങൾ കണ്ട് താൻ തകർന്നു പോയെന്നും ഇസ്മായിൽ പറഞ്ഞു. തനിക്കും കുടുംബത്തിനും വധഭീഷണികൾ ലഭിച്ചെന്നും ഇത് കാരണം വീട് വിട്ടു പോകേണ്ടി വന്നെന്നും അദ്ദേഹം പറഞ്ഞതായി ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.